ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് 4ാമത്തെ ചാപ്റ്റർ ഇ ഗവേണൻസ് ആണ്. അപ്പൊ അതില് നമ്മുടെ ഗവൺമെന്റ് സർവീസസിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. നോക്കാം നമുക്ക് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് എന്ന് വെച്ചാൽ അവര് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, പേരിൽ തന്നെ ഉണ്ടല്ലേ ഇ ഗവേണൻസ് എന്ന് വെച്ചാൽ എന്താ, ഗവൺമെന്റ് കാര്യങ്ങൾ സർവീസസുകൾ എങ്ങനെ ഇലക്ട്രോണിക് മീഡിയ വഴി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇ ഗവേണൻസ്. നോക്കാം നമുക്ക്. അതില് Now, e-governance is a bigger concept than e-government. Refers to digital means of giving power to democracy and supporting development. അതായത് നമ്മൾ ഗവൺമെന്റ് സർവീസസ് ഇലക്ട്രോണിക് മീഡിയ വഴി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്യുക, അതുപോലെ ഓരോ സർവീസസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ, ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഗവൺമെന്റ് സർവീസസുകൾ നമ്മുടെ മൊബൈൽ വഴിയോ ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് സെന്റർ വഴിയോ നമ്മൾ ചെയ്യുന്ന ആ കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അതിൽ ഇറ്റ് റെഫേഴ്സ് ടു ഡിജിറ്റൽ മീൻസ് ഓഫ് ഗിവിംഗ് പവർ ടു ഡെമോക്രസി, കണ്ടോ, ആൻഡ് സപ്പോർട്ടിങ് ഡെവലപ്മെന്റ്. അതായത് നമുക്ക് ഡെമോക്രസിയിൽ അങ്ങനെ പവർ കൊടുക്കാം, ഡെവലപ്മെന്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഗവൺമെന്റ് സർവീസസ് പ്രോപ്പറായിട്ട് പോകാൻ വേണ്ടി, സ്പീഡായിട്ട് പോകാൻ വേണ്ടി, എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി അത് ഇലക്ട്രോണിക് മീഡിയ വഴി ചെയ്യിക്കുന്ന കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. പിന്നെ അവർ 2 കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ഈ ഗവൺമെന്റും പറയുന്നുണ്ട്, ദെൻ ഈ ഗവേണൻസും പറയുന്നുണ്ട്. അതിന്റെ ഡിഫറൻസ് അവർ പറയുന്നുണ്ട്. ഈ ഗവേണൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഗവൺമെന്റ് സർവീസസ് എങ്ങനെ നമ്മൾ പബ്ലിക്കിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് മീഡിയയിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് മെയിൻലി റെഫേഴ്സ് ടു ദ ഓട്ടോമേഷൻ ഓഫ് സർവീസസ് മാനേജ്ഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ ടു ദ സിറ്റിസൺസ് യൂസിംഗ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻക്ലൂഡിംഗ് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻഫർമേഷൻ കിയോസ്ക്, ഇന്റർനെറ്റ്, കമ്മ്യൂണിറ്റി റേഡിയോ, ഡിജിറ്റൽ TV എക്സെട്ര. അതായത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ഈ പാസ്പോർട്ടുകൾ, റേഷൻ കാർഡുകൾ, അങ്ങനെ ഗവൺമെന്റ് സർവീസസുകൾ നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഈ ഗവൺമെന്റ് എന്ന് വിളിക്കും. അതിന്റെ ഡിഫറൻസ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ആൻഡ് ആക്സലറേറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ടു ഇൻക്രീസ് സിറ്റിസൺസ് ഇന്ററാക്ഷൻ വിത്തിൻ ദംസെൽസ് ആസ് വെൽ ആസ് വിത്ത് ഗവൺമെന്റ് ഏജൻസി. അതായത് പബ്ലിക്കിന് ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് അവരുടെ സർവീസസ് പ്രോപ്പറായിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി, പബ്ലിക്കിന് അതിനുമായിട്ടുള്ള ഇന്ററാക്ഷൻ വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ബെനിഫിറ്റ് പറയുന്നത്, ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവിംഗ് സർവീസ് ഡെലിവറി, ഇൻക്രീസിംഗ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ദെൻ ഇൻക്രീസിംഗ് ഔട്ട് ടച്ച് ഓഫ് പബ്ലിക് സർവീസസ്. ദെൻ ഈ ഗവേണൻസിന്റെ ബെനിഫിറ്റ് പറയുന്നത് ഇൻക്രീസ് മോഡ്സ് ഓഫ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇംപ്രൂവിംഗ് പബ്ലിക് പോളിസി ഫോർമുലേഷൻ, ദെൻ റീഡിഫൈനിങ് ഡെമോക്രസി ആൻഡ് കമ്മ്യൂണിറ്റീസ് വിത്ത് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ അതില് നമ്മുടെ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. കാരണം അവർക്ക് ഇല്ലെങ്കിൽ അതിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് നമുക്ക് അതിന്റെ ഫോമുകൾ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ ഗവേണൻസ്. നെക്സ്റ്റ് ടോപ്പിക് കേട്ടോ. ഇ കൊമേഴ്സ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്, ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇലക്ട്രോണിക് മീഡിയ വഴി നമ്മൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നു. ദെൻ ഇ ഗവേണൻസ് ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് സർവീസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസ്. ദെൻ ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ലാഭം ഉണ്ടാക്കുക, കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ പബ്ലിക്കിലേക്ക് വേഗം എത്തിക്കലാണ് അല്ലെ. അപ്പൊ ലാഭം കൂട്ടുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് ഇ കൊമേഴ്സിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ, അതാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സർവീസസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അപ്പോൾ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടുക. ദെൻ അതുപോലെ തന്നെ അവർക്ക് ഈ റിട്ടാപ്പിസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത്, ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റോ സർവീസസ് ഒക്കെയാണല്ലേ നമ്മൾ സെയിൽ ചെയ്യുക. പക്ഷെ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സർവീസസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, സിറ്റിസൺസിലേക്ക് എത്തിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പ്രയോറിറ്റി ആണ് പറയുന്നത് സെയിൽ ആൻഡ് സെക്യൂർ ട്രാൻസാക്ഷൻ.
ട്രാൻസാക്ഷൻ സേഫ് ആയിട്ട് പോവാൻ സഹായിക്കുന്നു. ദെൻ ഇവിടെ പറയണത് ഇറ്റ് മിനിമൈസസ് ഡിജിറ്റൽ ഡിവൈഡ്. ദെൻ ടെക്നോളജി, ഇന്റർനെറ്റ് വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മൾ ഇ കൊമേഴ്സിൽ. എന്തായാലും ഇ കൊമേഴ്സ് ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നെറ്റും ഇന്റർനെറ്റും അതുപോലെ തന്നെ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം തന്നെയാണ് യൂസ് ചെയ്യുക. ദെൻ നമ്മള് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്, മറ്റേ ഡിസ്പേഴ്സൺ ഓഫ് അതോറിറ്റി. കാരണം ഗവൺമെന്റ് ആകുമ്പോൾ അതിൽ അതോറിറ്റി ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ദെൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെയാണ് ഇ കൊമേഴ്സിൽ. മറ്റേതിൽ എല്ലാ സിറ്റിസൺസിനെയും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് ലെജിസ്ലേഷൻ ആണ്. ഫ്രീഡം, നമുക്ക് ഫ്രീഡം ഉണ്ട്. ദെൻ അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. പക്ഷെ ഇ കൊമേഴ്സ് ആകുമ്പോൾ അവിടെ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ സർവീസസ് പ്രൈമർലി ട്രാൻസാക്ഷണൽ, പ്രൈമർലി ഇൻഫർമേഷണൽ. അതായത് അവിടെ നമ്മൾ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുക, മറ്റേത് ഇൻഫർമേഷൻസ് ആണ് കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ.